നമസ്കാരം. ഇന്ത്യയിലെ പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാമൂർത്തിയാണ് മുത്തശ്ശിയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചതും മറ്റു കഥകളും എന്ന പുസ്തകം രചിച്ചത്. സുധാമൂർത്തിയുടെ രചനകൾ പ്രധാനമായും ഇംഗ്ലീഷ്, കന്നഡ എന്നീ ഭാഷകളിലാണ്. സുധാമൂർത്തിയുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത മുഹൂർത്തങ്ങളാണ് ഇവയോരോന്നും. ഈ പുസ്തകത്തിലെ എല്ലാ കഥയ്ക്കും ഗുണപാഠങ്ങളുടെ മുഴക്കമുണ്ട്. ഈ പുസ്തകത്തിലെ എല്ലാ കഥയ്ക്കും പുറമെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥയാണ് മുത്തശ്ശിയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചത്. 62 വയസ്സുള്ള മുത്തശ്ശി 12 വയസ്സായ തൻ്റെ പേരക്കുട്ടിയോട് തനിക്ക് വായിക്കണം, തനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി കളിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ മുത്തശ്ശി തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഒരടിക്കാൽ മുന്നോട്ട് വെച്ചില്ല. ദസറയിലെ സരസ്വതി പൂജയ്ക്ക് മുത്തശ്ശി വായിച്ചു കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞു. കുട്ടിക്ക് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനം മനസ്സിലാക്കി മുത്തശ്ശിയെ പ്രോത്സാഹിപ്പിച്ചു. പതിവ് പോലെ ദസറ വന്നെത്തി. മുത്തശ്ശി തൻ്റെ ഗുരുവായ പേരക്കുട്ടിക്ക് ഒരു സമ്മാനം കരുതിയിരുന്നു. അതുപോലെ തന്നെ കുട്ടിയും മുത്തശ്ശിക്ക് ഒരു സമ്മാനം. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരിയായ ത്രിവേണിയുടെ കാശിയാത്ര എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രതിയാണ് കുട്ടി മുത്തശ്ശിക്ക് സമ്മാനമായി കൊടുക്കാൻ വെച്ചിരുന്നത്. ദസറയുടെ ദിവസം മുത്തശ്ശി കുട്ടിയെ പൂജ നടത്തുന്ന സ്ഥലത്തേക്ക് വിളിച്ച് ഒരു പീഠത്തിൽ ഇരുത്തി ഒരു പാവാട തുണി സമ്മാനമായി നൽകി. അതിനുശേഷം ആരും കാണാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നത്. മുത്തശ്ശി അതാ കുട്ടിയുടെ കാലിൽ തൊട്ട് വന്ദിക്കുന്നു. കുട്ടി ആകെ അമ്പരപ്പെട്ടുപോയി. എന്താണിത്? മൂത്തവർ ചെറിയവരുടെ കാലിൽ തൊടുകയോ? മുത്തശ്ശി പറഞ്ഞു, ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ കാലിലല്ല തൊട്ടത്, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കാലിലാണ് തൊട്ടത്. അപ്പോൾ കുട്ടി ആകെ ചിരിച്ചുപോയി. കുട്ടി മുത്തശ്ശിക്ക് കാശിയാത്ര എന്ന പുസ്തകം കൊടുത്തു. മുത്തശ്ശിയും ആകെ സന്തോഷമായി. മുത്തശ്ശി അവിടെ തന്നെ ഇരുന്ന് കുട്ടിക്ക് കാശിയാത്ര എന്ന പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. കുട്ടിക്ക് ബോധ്യമായി തൻ്റെ ശിഷ്യ പഠിച്ചിരിക്കുന്നു, തൻ്റെ പഠനം വേസ്റ്റ് ആയിട്ടില്ല. വളരെ രസകരമായിട്ടുള്ള ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. താങ്ക് യു.